ഇപ്പോഴും നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. തത്സമയത്തിലേക്ക്. സ്വാഭാവികമായി അവർക്ക് കാലക്രമേണ അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കാൻ ഇതെല്ലാം നിയന്ത്രിക്കാൻ സർക്കാരിന് എന്ത് സാധിക്കും? കാരണം ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങളുണ്ടായാൽ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇവർ യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഈ പറഞ്ഞ സെലിബ്രിറ്റികൾ കാണിക്കുന്നില്ല. അവരെ വിശ്വസിച്ച് പല സിനിമാ രംഗത്തും അല്ലെങ്കിൽ മറ്റുള്ള സെലിബ്രിറ്റികളൊക്കെ അവരെ വളരെ ആകർഷകമായ സിനിമകൾ കണ്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ മരുന്ന് മേടിക്കുന്നത്. എനിക്ക് കാരണം പറയാൻ ഒരു അനുഭവം ഉണ്ട്. സാർ അത് പറഞ്ഞോട്ടെ സാർ. ഞാനൊരു സിനിമ ഒരു സഹപ്രവർത്തകരുടെ ഞാൻ ചോദിച്ചു, ഈ എൻ്റെ മുടി സത്യം പറഞ്ഞാൽ കുറച്ച് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ മരുന്ന് കഴിച്ച വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് കഴിക്കണ്ട, ഞാൻ വേറെ മരുന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ചില സംഭവവികാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനൊക്കെ ശക്തമായി നിയന്ത്രിച്ച് പാവപ്പെട്ട ജനത ഈ മരുന്നുകൾ മേടിച്ചു കഴിച്ച് ഇല്ലാത്ത രോഗങ്ങളുണ്ടായി മുടി കൊഴിഞ്ഞു പോകുന്ന, അതാണെങ്കിൽ മുടി ഒട്ടും തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിനെതിരെയൊക്കെ ശക്തമായ നിയന്ത്രണം സർക്കാർ കൊണ്ടുവരുവാൻ ശ്രമിക്കുമോ എന്നാണ് എന്റെ മുടി അങ്ങനെ സർ, ഇതൊരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ തരക്കേട് കൂടിയാണ്. ഞങ്ങളെല്ലാം വിമർശിക്കുന്ന ഉപഭോഗ സംസ്കാരം വളർന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് എല്ലാം പരസ്യപ്പെടുത്തി മാർക്കറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അതിനെ പൊളിറ്റിക്കലായിട്ട് തന്നെ എതിർക്കാൻ കൂട്ടായിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്ന് ശ്രമിക്കേണ്ടതാണ്. ആ ശ്രമം സമൂഹത്തിൽ തുടരണം. അതോടൊപ്പം തന്നെ സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള പരസ്യങ്ങളിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അത് പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കേണ്ടുന്ന വസ്തുതയാണ്. അപൂർവം ചില പരസ്യങ്ങളിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അത്തരത്തിലുള്ള ചില സെലിബ്രിറ്റികൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്, അവരെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ അപകടമുണ്ടായാൽ, ശാരീരികമായിട്ട് പ്രത്യാഘാതമുണ്ടായാൽ, പരാതി കിട്ടിയാൽ ഉടനെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വളരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാം. ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ റൂൾ ഭേദഗതി ചെയ്തുകൊണ്ട് കരട് വിജ്ഞാപനം സെൻട്രൽ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാകുമ്പോൾ കുറച്ചുകൂടി ഈ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ശക്തമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കും. മറ്റത് ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വന്നു ചേർന്നിട്ടുള്ള ഈ അപകടത്തിനെതിരെ ഒരുമിച്ച് പ്രതികരിക്കേണ്ടതാണ്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ. സർ, അത്ഭുത രോഗശാന്തി പറഞ്ഞുകൊണ്ട് മരുന്നുകൾ മാത്രമല്ല, നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ വ്യാപകമായിട്ട് വരുന്ന മുസ്ലിയാരുടെ ഐക്കല്ല്, വലംപിരി ശംഖ്, ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് ചാനലുകൾ പരസ്യം വരികയാണ്. ഇത് ഈ ഐക്കല്ല് കിട്ടിയപ്പോൾ ഇന്ന ഗുണങ്ങളുണ്ടായി, ഈ സാധനം കൊടുന്നു വെച്ചപ്പോൾ വീട്ടിൽ ഇന്ന ക്ഷേമമുണ്ടായി എന്നൊക്കെ കള്ളസാക്ഷ്യം പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ഇതുണ്ട്. അപ്പോൾ ഇതിന് ഒരവസാനം കുറിക്കാൻ എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുക? സർ, ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നവോത്ഥാന മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ട വളരെ ശാസ്ത്രീയമായി മുന്നേറിയെന്ന് അവകാശപ്പെടുന്ന കേരളീയ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ, വിശേഷിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വരുന്നത്. അതിനെതിരായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അത്തരം ബോധവൽക്കരണ പ്രക്രിയയിൽ എല്ലാവരും കൂട്ടുനിൽക്കണം. വിശേഷിച്ച് ഈ നിയമസഭയിൽ അംഗങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ട മെമ്പർമാരെങ്കിലും ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ഉപയോഗിക്കില്ല എന്നും അത്തരം കാര്യങ്ങൾ സാമൂഹ്യ വിരുദ്ധമാണ് എന്ന് തന്നെ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുകയും സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈ അന്ധവിശ്വാസ കച്ചവടമാക്കിയിട്ട് ഇപ്പോൾ മാറ്റുകയാണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള മഹാലക്ഷ്മി യന്ത്രം വാങ്ങി വെച്ചാൽ രോഗം ഭേദമാകും എന്നെല്ലാമുള്ള പരസ്യം വരുന്നതിനർത്ഥം. അത്തരത്തിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് കച്ചവടത്തുര കാണിക്കുന്നതിനെതിരായിട്ട് ശക്തമായി സമൂഹം പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അംഗങ്ങളത് ഉപയോഗിക്കുന്ന കാര്യമാണ് ചോദിച്ചത്. അംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഇതിനെതിരായിട്ടുള്ള പ്രചരണത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കണം, ശാസ്ത്രീയ ബോധം ഉളവാക്കാൻ എന്നാണ് പറഞ്ഞത്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. സർ, ഈ സെൻട്രൽ ആക്ടാണ് ആയുർവേദ പരസ്യങ്ങൾ, അതുകൊണ്ട് നമുക്ക് പരിമിതി ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലതിലും ആയുർവേദ മരുന്നിന് മുട്ടുവേദന അത് ഇത് എന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങൾ അതിൽ മെറ്റൽ കണ്ടൻ്റ് ഉണ്ട്.
ഈ മെറ്റൽ കണ്ടൻറ്റ് പറയുന്ന കേട്ടോ എനിക്ക് അറിഞ്ഞൂടെ, അന്വേഷിക്കണം. മെറ്റൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ കിഡ്നി അടിച്ചു പോകും. നമ്മളെ സംസ്ഥാനത്ത് ഈ കിഡ്നി അസുഖങ്ങൾ കൂടി വരുന്നതിൻ്റെ ഒരു കാരണം ഇതിലൊക്കെ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഈ ഗവൺമെൻറ് പരസ്യം കൊടുത്ത് ആളുകളെ ബോധവൽക്കരിക്കണം എന്നാണ്. അത്ര അധികം പരസ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല ജാതി ആളുകളങ്ങ് ചൂഷണം ചെയ്യുകയാണ് പരസ്യം കൊണ്ട്. അപ്പോൾ ഗവൺമെൻറ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മെറ്റൽ കണ്ടൻറ്റ് ഉണ്ട്, അത് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സർ, ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചില മരുന്നുകൾ പരിശോധിച്ച് ഈ 147 ഇനം പരിശോധിച്ചു എന്ന് പറയുന്നതിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ. അപ്പോൾ പരിശോധന കുറച്ചും കൂടി കർശനമാക്കാം. ഞാൻ പറഞ്ഞ ഈ പുതിയ കരട് വിജ്ഞാപനത്തിൽ ഈ ആയുർവേദ, സിദ്ധ, യുനാനി മരുന്നുകൾ അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡ്രഗ്സ് കൺട്രോളർക്ക് നിശ്ചിത ഫീസ് ഒടുക്കി നിശ്ചിത മാതൃകയിലുള്ള ഫോറം ഒക്കെ പൂരിപ്പിച്ച് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കാവുള്ളൂ എന്ന വ്യവസ്ഥ ഉണ്ട്. അതുകൂടി വരുമ്പോൾ നമുക്ക് ഈ പരിശോധന കുറേയും കൂടി കർശനമാക്കണം. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരിശോധന കുറച്ചുകൂടി കർശനമാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ശ്രീ കെ സുരേഷ് കുറുപ്പ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അതായത് ഈ പരസ്യത്തിൽ വരുന്ന മരുന്നുകളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിക്കാനൊരു സംവിധാനം ഉണ്ടാകണ്ടേ? ഗവൺമെൻറ് നിസ്സഹായമാണെന്ന് തോന്നൽ ജനങ്ങൾക്കും ഈ പരസ്യം ചെയ്യുന്ന കമ്പനികൾക്കും ഉണ്ടാവരുത്. ഗവൺമെൻറ് ശക്തമായി നിലപാടെടുക്കും എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവണം. അപ്പോൾ ഗുണനിലവാരം പരിശോധിക്കാനുള്ള കർശനമായ സംവിധാനം ഉണ്ടാവണം. അതുണ്ടാക്കുമെന്നുള്ളത്. സർ, ഇപ്പോൾ തന്നെ പരിശോധന കർശനമാക്കാൻ ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ശക്തമായ പരിശോധന നടന്നു വരുന്നുണ്ട്. ഗവൺമെൻറ് നിസ്സഹായമല്ല, പക്ഷേ ഇന്ന് നിലവിലുള്ള നിയമത്തിൻ്റെ സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഷെഡ്യൂൾ ജെയിൽ ആയുർവേദം ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഈ പരസ്യം മിക്കവാറും വരുന്നത് ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ മേഖലയിലാണ്. ആയുർവേദം എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ പരിശോധിക്കാൻ ഈ നിയമത്തിൻ്റെ ഒരു ശക്തമായ പിൻബലവും കൂടി ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. നിലവിലുള്ള സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി നല്ല രീതിയിലുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെയും ഈ നാടിൻ്റെയും എല്ലാം ഉത്കണ്ഠ പരിഗണിച്ചുകൊണ്ട് കുറേ കൂടി ശക്തമായിട്ടുള്ള പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുന്നതാണ്. ശ്രീ കെ മുരളീധരൻ. ഇന്ന് ഈ എല്ലാ ചാനലുകളിലും അതുപോലെ തന്നെ FM റേഡിയോയിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു പരസ്യമാണ് പതാഞ്ജലി. ഒരു സ്വാമിയുടെ പരസ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ആ സ്വാമി തന്നെ ഫ്രോഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാരണം ഇതിപ്പോൾ ഒരു വൈറലായിട്ടുണ്ട്. ഇത് പലരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഈ നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സൂചിപ്പിച്ച പോലെ ആൾക്കാരെ കിഡ്നി അടിച്ചു പോകുന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഗവൺമെൻറ് ഈ കേസ് പ്രത്യേകിച്ച് പരിഗണിക്കുക. കാരണം ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ ഈ പതാഞ്ജലിയുടെയാണ്. സർ, ഇതുപോലുള്ള കുറേ കമ്പനികൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നടത്തുന്നുണ്ട്. പതഞ്ജലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏതെങ്കിലും മരുന്നിൽ ഇത്തരത്തിലുള്ള അപകടമുണ്ട് എന്ന് പരാതി ലഭ്യമാകുന്ന മുറയ്ക്ക് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പരിശോധന നടത്തുന്നതാണ്. അങ്ങനെ തെളിഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. ശ്രീമതി വീണ ജോർജ്. സർ, ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കില്ല എന്ന് നിലപാടെടുക്കുന്ന മാധ്യമങ്ങളുമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകയായിരിക്കുമ്പോൾ ഇത്തരത്തിൽ വളരെ പ്രചാരത്തിൽ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില കമ്പനികൾക്കെതിരെ വാർത്ത കൊടുത്തപ്പോൾ അരമണിക്കൂറിനുള്ളിൽ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായി. ഈ വാർത്ത കൊടുക്കരുത് എന്ന രീതിയിൽ പുറത്തുനിന്ന് പരസ്യം തന്നുകൊണ്ടിരുന്ന ആ ചാനലിന് പരസ്യം തന്നുകൊണ്ടിരുന്നവരിൽ നിന്ന് ആ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായി. അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങൾ ഞങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലെ കാപട്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രോത്സാഹനം ഉണ്ടാകണം സാർ. കാരണം ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ആ രീതിയിൽ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രോത്സാഹനം കൂടി ഉണ്ടാകേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട മെമ്പർ അനുഭവത്തിൻ്റെ കൂടെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിച്ചത്. നമ്മളെല്ലാം വെളിയിൽ നിന്നുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പരസ്യപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും പരസ്യത്തിൽ ആകൃഷ്ടരായിട്ടാണ്. അത് മാധ്യമ കമ്പനിയാണ് ആ കാര്യം മനസ്സിലാക്കേണ്ടത്. മാധ്യമ പ്രവർത്തകരെ മാത്രം ആ കാര്യത്തിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഇത്രയും മോശമായി ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുള്ള പണം വേണ്ടെന്ന് വെക്കാൻ മാധ്യമ കമ്പനികൾ തയ്യാറാവണം. അങ്ങനെയുള്ള പരസ്യം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപദ്രവകരമായി മാറുമ്പോൾ ഇന്ന് നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നടപടിയെടുക്കാനുള്ള സാധ്യത ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തും. എന്നാൽ നമ്മുടെ നാട്ടിൽ ജനങ്ങളെ കൊല്ലുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം പരസ്യങ്ങൾ കൊടുക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ മാധ്യമ കമ്പനികൾ തയ്യാറാവണം. പരസ്യം മാത്രം
ആകർഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ മാത്രം ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഈ പരസ്യങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് അത്തരത്തിലുള്ള മാധ്യമങ്ങളോട് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മെമ്പർ ഒരു മാധ്യമ പ്രവർത്തക കൂടിയായതുകൊണ്ട് വളരെ നന്നായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം ഒരു ചോദ്യം ഈ സഭയിൽ ഉന്നയിച്ചതിന് ഞാൻ അവരെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. ഇത് സമൂഹമാകെ അറിയേണ്ടുന്ന വിഷയമാണ്. മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ നിന്ന് പിന്മാറണം. ശ്രീ വി.എസ്. ശിവകുമാർ. ഈ ആയുർവേദ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുന്നതിന് ഇന്ന് സംസ്ഥാനത്ത് ലൈസൻസ് ആവശ്യമില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലെ ആയുർവേദ മേഖലയിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അനബലീഷണമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. സാർ, അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആയുർവേദ മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുകയുണ്ടായി. സാർ, അതോടൊപ്പം തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചതോടൊപ്പം തന്നെ ആയുഷ് പോളിസി അതിന് നമ്മൾ രൂപം കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുള്ളത് ആയുർവേദ മേഖലയുടെ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആയുർവേദ മേഖലയ്ക്ക് വേണ്ടി മാത്രമായി രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രഗ്സ് കൺട്രോളറുടെ കീഴിൽ ഒരു ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളറാണ് കേരളത്തിലെ ആയുർവേദ മേഖലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരുടെ കീഴിൽ വെറും 7 ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. ഇത്രയും വിപുലമായ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് ആയുഷ് പോളിസിയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ആയുർവേദ മേഖലയ്ക്ക് വേണ്ടി മാത്രമായി ഒരു ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് അത് രൂപീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമോ? സർ, ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിയതമായിട്ടുള്ള നടപടികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ നയം പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ആരോഗ്യ നയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലും അലോപ്പതിയും ആയുർവേദ മേഖലകളെല്ലാം, മോഡേൺ മെഡിസിനും ആയുർവേദവും എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളും. മാത്രമല്ല ഈ ആരോഗ്യ നയത്തോടൊപ്പം തന്നെ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറായിട്ടുണ്ട്. അത് അടുത്ത് തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ച് നമുക്ക് നിയമമാക്കി മാറ്റാൻ സാധിക്കും. അതുകൂടി നിലവിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയെല്ലാം കുറേ കൂടി നന്നായി നിയന്ത്രിക്കാൻ സാധിക്കും. ഏതായാലും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളിത് പറയുക മാത്രമല്ല പ്രാവർത്തികമാക്കാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു നിലപാട് ആ കാര്യത്തിൽ എടുക്കുകയായിരുന്നു. വിഴിഞ്ഞത്തിന് പുറമെ കുളച്ചിൽ കൂടി വേണം എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റേതാണ്. ആ കാര്യം തിരുത്തിക്കുന്നതിന് വേണ്ടി എംപിമാർ ശ്രമിച്ചെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലക്ക് നമ്മൾ ശ്രമിച്ചെങ്കിലും അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടും യാഥാർത്ഥ്യമായി നിൽക്കട്ടെ എന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, നിയമം കോച്ചിയാട് പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. തലസ്ഥാന നഗരിയുടെ ഔട്ടർ എന്നറിയപ്പെടുന്ന നിയമം സ്റ്റേഷൻ നവീകരിക്കുക വഴി സെൻട്രൽ സ്റ്റേഷനിലെ തീവണ്ടികളുടെ തിരക്ക് മാറിക്കിട്ടും. റെയിൽവേ ബഡ്ജറ്റുകളിൽ പലപ്പോഴും വരുന്ന പ്രഖ്യാപനം നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാര്യം നേടിയെടുക്കുന്നത് റെയിൽവേ ബഡ്ജറ്റ് വഴി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ എംപിമാരുടെ പ്രവർത്തനം കൂട്ടായി കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രി നടത്തിയത് ശ്രദ്ധയിലുണ്ട് സാർ. അത് നേടിയെടുക്കുന്നതിൽ നാം വിജയിക്കുന്നുണ്ടോ? പല പദ്ധതികളും റെയിൽവേ ബഡ്ജറ്റ് വഴി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പലതും സ്ഥിതിയാണ്. അത് നേടിയെടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എംപിമാരെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുവിക്കുന്നതിന് അവർക്കെല്ലാ വിവരങ്ങളും നൽകുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അത് തുടർച്ചയായി തന്നെ സർക്കാർ നടപടികൾ എടുക്കുന്നുണ്ട്. പ്രഖ്യാപിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും തുടർ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും പ്രശ്നങ്ങൾ പ്രത്യേകമായി ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ശ്രീ കെ സുരേഷ് കുറുപ്പ്. സർ, ഈ MB സെല്ലിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനൊരു ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളില്ലാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ MB സെല്ലിന് തലപ്പത്ത് ഉത്തരവാദിത്തമുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ടാവണം. കേരളത്തിൻ്റെ പ്രോജക്റ്റുകൾ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത് കേന്ദ്രത്തിലത് പേഴ്സ്യൂ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാവണം. അതിനുവേണ്ടി പാർലമെൻറ്റ് അംഗങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള രീതി ഉണ്ടാവണം. ഇത്തരം ഒരു കാര്യങ്ങളും MB സെല്ലുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരം ഒരു കാര്യത്തിന് മുൻകൈ എടുക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യെസ്.
സർ, ഇക്കാര്യത്തിൽ ചില കുറവുകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ പരിഹാരമായിട്ടുണ്ട്. എന്നാലും കുറവ് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. അത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീ പി കെ ശശി. സർ, ഇക്കാര്യത്തിൽ ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ നിലപാട് ഏറെ സ്വാഗതാർഹമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സാഹചര്യത്തിൽ റെയിൽവേ ബജറ്റ് തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നേരത്തെ അനുവദിച്ചു വന്നിട്ടുള്ള പാലക്കാട് കോച്ച് ഫാക്ടറി ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യമാക്കാനും ഈ റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ പ്രശ്നത്തിൽ നമ്മുടെ എംപിമാരുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനും ഗവൺമെൻറ് മുൻകൈയെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സർ, റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ ഗൗരവമായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റെയിൽ അപകടം തന്നെ കഴിഞ്ഞ തവണ സംഭവിച്ചു. അതിൻ്റെ ഭാഗമായി വന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് ഒട്ടേറെ സ്ഥലങ്ങളിൽ റെയിൽ അപകടത്തിലാണ് എന്നാണ്. ഇപ്പോൾ കേൾക്കുന്ന കാര്യം അതീവ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. ഇത്തരത്തിൽ അപകടങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത്. ഇപ്പം തന്നെ സർക്കാർ റെയിൽവേ മന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. തുടർന്ന് ഗൗരവമായി തന്നെ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുമുണ്ട്. കാരണം ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. കോച്ച് ഫാക്ടറി എല്ലാ ഘട്ടത്തിലും നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്നും അത് ഉന്നയിക്കുക തന്നെ ചെയ്യും. ശ്രീ എം സ്വരാജ് ശ്രീ കെ വി വിജയദാസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ കെ വി വിജയദാസ്. സർ, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇപ്പോഴും ഒരു പാഴ്വാക്കായി നിലനിൽക്കുന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് ITI, അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ കാര്യം, ഇത് നിൽക്കുമ്പോഴും BRGF പദ്ധതി കേരളത്തിന് നഷ്ടപ്പെടുത്തി. നിർത്തിവെക്കപ്പെട്ട IAYക്ക് പകരമുള്ള പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, അതിൽ ജനറൽ വീടുകൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു. റേഷൻ അരി, മണ്ണെണ്ണ, പഞ്ചസാര എന്നിവയുടെ വിഹിതം വെട്ടിക്കുറച്ചു. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോടുള്ള അവഗണന ഗൗരവമായ രീതിയിൽ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അതോടൊപ്പം അത് നേടിയെടുക്കാൻ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാടും കർണാടകയും ഒരു നല്ല രീതിയിൽ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ട്. അവിടുത്തെ സംസ്ഥാന IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം അവിടെ ആ ഗവൺമെൻറ്റുകൾ നിയോഗിക്കുകയും ആ ടീമിനെ ഉപയോഗപ്പെടുത്തി MP-മാരുടെ സെല്ലിനെ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു ലൈസൻസ് വർക്ക് നല്ലപോലെ നടത്തി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ടീം, IAS ഉദ്യോഗസ്ഥരുടെ ഒരു ടീം കേരള ഗവൺമെൻറ്റും നിശ്ചയിച്ച് അതിൻ്റെ ഒരു ലൈസൻസ് വർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരുടെയും കൂടിയിട്ടുള്ള കൂട്ടായ ശ്രമങ്ങളും കൂടി നടത്തി ഈ കേന്ദ്രത്തിൻ്റെ അവഗണന അവസാനിപ്പിക്കാനും അല്പമെങ്കിലും നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിന് രൂപം കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും തയ്യാറാകുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യെസ് സർ, ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള വികാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നേടേണ്ട കാര്യങ്ങൾ നേടാനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കണമെന്നതാണ്. അതിന് വലിയ മുൻഗണന തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നത്. അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമാകെ പ്രത്യേകമായി ഡൽഹിയിൽ പോയിരിക്കേണ്ടതുണ്ടോ എന്ന കാര്യം സംശയകരമാണ്. എന്നാൽ കൃത്യമായ ഫോളോ അപ്പ് ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുമാണ്. ഇന്നത്തെ കാലത്ത് ഫോളോ അപ്പിന് ഡൽഹിയിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നില തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനുതകുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുത്താലല്ലേ പ്രോജക്റ്റിന് ഫോളോ അപ്പ് ഉണ്ടാവും. ആ പ്രോജക്റ്റുകൾ തയ്യാറാക്കി നൽകുന്നതിൽ തന്നെ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടം തൊട്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട്. ശ്രീ VD ദേവസി. കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനമായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രശസ്തി ചെയ്യുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിലെ കൊരട്ടിയിലാണ്.
അവിടെ 500ഓളം തൊഴിലാളികൾ മുമ്പ് പണി ചെയ്തിരുന്നു. ഇപ്പോൾ ഷിഫ്റ്റ് 1 50-ൽ താഴെ തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. അവർ കൂടി റിട്ടയർ ചെയ്താൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്ന അവസ്ഥയിലാണ്. 100ഓളം ഏക്കർ സ്ഥലമുണ്ട് ഇതിന്. അതിൽ പലതും കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിനു മുമ്പ് ആദരണീയായ ശ്രീമതി സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ഈ സ്ഥലത്ത് നിന്ന് 30 ഏക്കർ കിൻഫ്രയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുകയും 35 സ്ഥാപനങ്ങൾ ഇപ്പോൾ അവിടെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥലം ഹൈവേയോട് ചേർന്നതാണ്, എയർപോർട്ടിന് അടുത്താണ്. പ്രസിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുന്നതോടൊപ്പം തന്നെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് വ്യവസായ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പൊതു ആവശ്യങ്ങൾക്ക് ഏറ്റെടുക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താൻ നടപടി സ്വീകരിക്കും. സർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായി പ്രവർത്തിച്ചു പോകണമെന്ന അഭിപ്രായം തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ 2 തരം വീക്ഷണങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതേ വീക്ഷണമല്ല പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് വെച്ച് പുലർത്തുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുന്ന നടപടിയെടുക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയുന്നത്. ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പലതിൻ്റെയും കാര്യത്തിൽ അത്തരമൊരു സമീപനം സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേക പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ പരിശോധിച്ച് വേണ്ടത് ചെയ്യാം. ഒരു ചോദ്യം കൂടി എടുക്കാൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സഹകരിക്കണം. ചോദ്യം നമ്പർ 304, ശ്രീ അടൂർ പ്രകാശ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എ, ശുചിത്വം, മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലസംരക്ഷണം എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിയിട്ടുള്ള ബൃഹത്തായൊരു പദ്ധതിയാണ് ഹരിത കേരളം കൺസോർഷ്യം വഴി നടപ്പിലാക്കുന്നത്. ബി, ഉണ്ട്. സി, ഉണ്ട്. ഡി, പരിശോധിക്കാവുന്നതാണ്. ശ്രീ അടൂർ പ്രകാശ്. സർ, 100 ദിന സമ്മാനമായി വിവിധ പദ്ധതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. സർ, നവംബർ 1 മുൻപ് പദ്ധതികളൊക്കെ തയ്യാറാക്കി വകുപ്പ് തല സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സർ, എന്നാൽ നാളിതുവരെ ഏതെങ്കിലും ഒരു സെക്രട്ടറി മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള എംപവേർഡ് കമ്മിറ്റിയുടെ മുമ്പിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടോ? സമർപ്പിച്ചു എങ്കിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കൂ. സർ, ഈ കാര്യത്തിൽ നല്ല തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്ന് വളരെ വിശദമായി പറയേണ്ടതായതുകൊണ്ട് വളരെ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല, അത് ധാരാളം സമയം എടുക്കേണ്ടി വരുമല്ലോ. ആദ്യം പറയുന്ന മാലിന്യ സംസ്കരണം, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടാകെ ഒന്നിച്ച് നീങ്ങേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ നീക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിൽ പങ്കുവഹിക്കേണ്ടതായിട്ടുണ്ട്. മുഴുവൻ ജനപ്രതിനിധികളും നമ്മുടെ മുഴുവൻ ബഹുജന പ്രസ്ഥാനങ്ങളും ഇതിൻ്റെ ഭാഗമായി മാറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീടും വീടിൻ്റെ പരിസരവും ഓഫീസും ഓഫീസിൻ്റെ പരിസരവും നമ്മുടെ പൊതുവായ എല്ലാ സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി വൃത്തിയിൽ സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്നുള്ള മാലിന്യം സംസ്കരിക്കുക മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെല്ലാം അപ്പോൾ സംസ്കരിച്ച് പോകുന്ന നിലപാടെടുക്കണം. അങ്ങനെ നമ്മുടെ നാടിനെ പൂർണ്ണമായും എല്ലാ തരത്തിലും വൃത്തിയുള്ള ഒരു നാടാക്കി